എജ്യൂപോർട്ട്. നിങ്ങളുടെ സ്വന്തം സ്വാദിവസാണ്. ദേ ക്രിസ്മസ് എക്സാം എത്തിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്നാ മിസ് വിചാരിക്കുന്നത്. അങ്ങനെ തന്നെയാണോ? എല്ലാവരും പഠിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടോ? ഇനി പഠിക്കാൻ തുടങ്ങാത്ത ആൾക്കാരാണ്, ഇപ്പോഴും പഠിക്കണ്ടേ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ തുടങ്ങിക്കോ. നിങ്ങൾ എന്നെ ഒന്ന് എണ്ണി നോക്കിയേ, എത്ര ദിവസം ഉണ്ട് ഇനി എക്സാമിന് എന്ന്. വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ കേട്ടോ. റെഡി അല്ലേ? അപ്പം ഇന്ന് മിസ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് എന്താണെന്നറിയോ? നമ്മളില്ലേ ഒരു അടിപൊളി കവിത പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു ഒരു കവിത നമ്മൾ പഠിച്ചത്? ഹവ ഓർ ധൂൽ അല്ലെ? ഹവ ഓർ ധൂൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദേ ഇതായിരുന്നു അത്. ചിത്രം കണ്ടപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ? പിക്ചർ ശരിക്കും നോക്കിയേ, മിസ്സിനും ഒക്കെ എല്ലാവർക്കും ഓർമ്മ വന്നിട്ടുണ്ടായിരിക്കും. ഹവ ഓർ ധൂൽ. ഹവ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കാറ്റാണ്. ഹവ കാറ്റാണ്. ധൂൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊടിയാണ്. കാറ്റും പൊടിയും നമ്മൾ പഠിച്ചില്ലായിരുന്നോ? ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് വരാൻ പോകുന്ന ചോദ്യങ്ങളാണ് മിസ് പറഞ്ഞു തരാൻ പോകുന്നത്. നോക്കിയാലോ? റെഡി അല്ലേ? എന്തായാലും ഈ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് വരാൻ പോകുന്ന ചോദ്യങ്ങളാണ് മിസ് പറഞ്ഞു തരുന്നത്. എല്ലാവരും വളരെ നന്നാക്കി ശ്രദ്ധിച്ചോ. റെഡി അല്ലേ? ആദ്യത്തത് എന്താണിത്? ചോദ്യം നോക്കിയേ. ഉചിത് ജോഡേം ചുൻകർ ലിഗേം. ഉചിത് ജോഡേ ചുൻകർ ലിഗേം. ഉചിതമായിട്ട് മാച്ച് ആയിട്ടുള്ള ജോഡികള് കണ്ടുപിടിച്ചെഴുതണം. ഓക്കെ അല്ലേ? ഓക്കെ. ചുൻകർ ലിഗേം. ചുൻകർ ലിഗേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വേർഡ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കാണും കേട്ടോ. ചുൻകർ ലിഗേം. അപ്പൊ അത് കണ്ടു കഴിഞ്ഞാൽ അയ്യോ എന്തോ വലിയ വേർഡാണ്, എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊന്നും ആലോചിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട. എന്താണ് മക്കളെ ചുൻകർ ലിഗേം എന്ന് പറഞ്ഞാല്? കണ്ടെത്തി എഴുതൂ. പഠിക്കണേ. ചുൻകർ ലിഗേം എന്ന് പറഞ്ഞാൽ കണ്ടെത്തി എഴുതൂ. എന്ത്? ശരിയായിട്ടുള്ള ജോഡി. ഓക്കെ. ജോഡേം എന്ന് പറഞ്ഞാൽ എന്താണ്? മാച്ച് ആക്കിയിട്ട് എഴുതണം. റെഡി അല്ലേ? ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നേ? ഹവ ധൂൽ കോ. കണ്ടോ? ഒന്നാമത്തെ നോക്കിയേ. ഹവ ധൂൽ കോ. എന്നിട്ട് ഇവിടെ ഒന്നും എഴുതാതെ ഇങ്ങനെ ബ്ലാങ്ക് ആക്കി അല്ലെ? സ്പേസ് ഇങ്ങനെ വെറുതെ കൊടുത്തിരിക്കുന്നു. അപ്പൊ അവിടെ നിങ്ങൾ എഴുതണം. അടുത്തത് സോത്തി ധൂൽ ഉടി ഹവ കെ ഹവ ഹോ ഗയി. എല്ലാത്തിന്റെയും അവസാനത്ത് നമ്മൾ എഴുതി കൊടുക്കണം. അവസാനം കണ്ടോ സ്പേസ് വന്നിരിക്കുന്നേ? അവിടെ നമ്മൾ എഴുതണം. അപ്പൊ ആദ്യം എന്ത് മനസ്സിലാക്കണം? ഈ കൊടുത്തതിന്റെ ഒക്കെ അർത്ഥം എന്താന്ന് നമുക്ക് മനസ്സിലാവണം. അത് നോക്കണ്ടേ ആദ്യം? എന്നാലല്ലേ നമുക്ക് അതിന്റെ തൊട്ടടുത്ത് എന്താ എഴുതണ്ടേന്ന് മനസ്സിലാവുകയുള്ളൂ. ദേവസ് പറഞ്ഞുതരാൻ നോക്കിയോ. ഒന്നാമത്തത് ഹവ ധൂൽ കോ. കാറ്റ് പൊടിയെ. കാറ്റ് പൊടിയെ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഓർമ്മയില്ലേ? കാറ്റും പൊടിയും തല്ലായി അല്ലെ? ഒരാൾ ഉറങ്ങുന്ന സമയത്ത് വന്നു, തല്ലായി, പറന്നുപോയി, എന്നിട്ട് അതിന്റെ ബാക്കിൽ ഓടി എന്നൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? അതെ. ഹവ ധൂൽ കോ. പൊടി കാറ്റ് പൊടീനെ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നേ? ദേ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. കണ്ടോ? ബോക്സ് തന്നിരിക്കുന്നേ. ഈ ബോക്സിനകത്തുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരങ്ങൾ. അപ്പൊ ഏതാണ് എന്ന് കണ്ടെത്തി ഫസ്റ്റത്തേക്ക് ഇതിന് മാച്ച് ആയിട്ടുള്ള ജോഡി നിങ്ങൾ ഇതിൽ നിന്ന് കണ്ടെത്തി എഴുതണം. റെഡി അല്ലേ? സെറ്റ് അല്ലേ? നോക്കല്ലേ എന്നാല്. അപ്പം എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ഹവ ധൂൽ കോ. പൊടി കാറ്റിനെ എന്താ ചെയ്തിട്ടുണ്ടായിരുന്നത്? എന്തായിരുന്നു? കവിതയിലെ വരി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എന്തായിരുന്നു? എന്താണ്? ചോട് കെ ബാഗി. കണ്ടോ? അല്ലായിരുന്നോ? ദേ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കവിതയിലെ വരികൾ. ഓക്കെ. ഒന്നാമത്തെ എന്താണ്? ഹവാ ധൂൽ കോ ഛേദ് കെ ബാഗി സോത്തി ധൂൽ അച്ചാനക് ജാഗി ഉടി ഹവാ കെ പീച്ചെ പീച്ചെ ഹവാ ഹോ ഗയി ധൂൽ കെ നീച്ചെ. ഇതായിരുന്നു നമ്മുടെ കവിതയിലെ വരി. അപ്പം ഇത് ലാസ്റ്റിലേക്ക് ഇവിടെ കണ്ടോ? ഇവിടെ ഈ ലാസ്റ്റിൽ വരുന്നതാണ് നമ്മൾ എടുത്ത് എഴുതേണ്ടത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മാച്ച് ആക്കി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പൊ നോക്കിയോ, എവിടെ നോക്കിയോ? ഒന്നാമത്തെ വരിയിൽ എന്താണ്? ഹവാ ധൂൽ കോ. എന്താണ്? ചോട് കെ. കണ്ടോ? അതാണ് ഇവിടെ എഴുതേണ്ടത്. എന്താണ്? ഹവാ ധൂൽ കോ. ഇതാണ് ഒന്നാമത്തത്. ഇതാണ് ഒന്നാമത്തത്. ഛേദ് കെ ബാഗി എന്ന് പറഞ്ഞാല് കളിയാക്കി ഓടി. ഓക്കെ. ഇനി രണ്ടാമത്തത് എന്താണ് ഇവിടെ? നോക്കിയേ. സോത്തി ധൂൽ. രണ്ടാമത്തെ എന്താണ്? സോത്തി ധൂൽ. ഉറങ്ങുന്ന പൊടി അല്ലെ? അപ്പൊ കളിയാക്കിയപ്പം ഉറങ്ങുന്ന പൊടി എന്താ ചെയ്തിട്ടുണ്ടായിരുന്നേ? ഇവിടെ ഓപ്ഷൻസ് നോക്കിയേ. ഉറങ്ങുന്ന പൊടി എന്താ ചെയ്തിട്ടുണ്ടായിരുന്നേ? അച്ചാനക് ജാഗി. ഇതാണ് രണ്ടാമത്തത്. അച്ചാനക് ജാഗി എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ഉണർന്നു. കണ്ടോ? കവിതയുടെ വരി നോക്കിയേ. കണ്ടോ? അച്ചാനക് ജാഗി രണ്ടാമത്തേല്. കണ്ടോ? പെട്ടെന്ന് ഉണർന്നു. അപ്പം രണ്ടാമത്തത് ഇതാണ്. അച്ചാനക് ജാഗി എന്ന് പറഞ്ഞാല് പെട്ടെന്ന് ഉണർന്നു. സെറ്റ് അല്ലേ? ഇനി മൂന്നാമത്തത് ഏതാ ഇവിടെ? മൂന്നാമത്തത് എന്താണ്? അർത്ഥം എന്താണ്?
ഉടി ഹവാക്കേ ഓടി എന്താണ് കാറ്റിന്റെ മുന്നിലാണോ ഓടിയത് പിറകിലാണോ ഉടി ഹവാക്കേ ഓടി കാറ്റിന്റെ എവിടേക്കായിരുന്നു വരി നോക്കിയേ ഉടി ഹവാക്കേ ദേ പീച്ചേ 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 പിറകിലായിരുന്നു ഓടിയിട്ടുണ്ടായിരുന്നത് ദേ ഇതാണ് പീച്ചേ പീച്ചേ മൂന്നാമത്തത് ഉടി ഹവാക്കേ പീച്ചേ പീച്ചേ ഓടി എവിടെ ഹവയുടെ കാറ്റിന്റെ പിറകെ ഓടി ഇനി നാലാമത്തത് എന്താണ് ഹവാ ഹോ ഗയി ഹവാ എന്തായി ഹവാ ഹോ ഗയി ഇവിടെ കവിതയിൽ നോക്കിയേ ഹവാ ഹോ ഗയി ധൂൽ കെ നീച്ചേ പൊടിന്റെ പിറകിലായി കാറ്റ് അല്ലേ അപ്പൊ ധൂൽ കെ നീച്ചേ ദേ ഇതാണ് കണ്ടോ നാലാമത്തത് ധൂൽ കെ നീച്ചേ സെറ്റായോ കണ്ടോ എന്താ ചെയ്തിരിക്കുന്നേ മാച്ച് ആയത് ഈ ബോക്സിൽ നിന്ന് തെരഞ്ഞെടുത്ത് എഴുതി ഇതാ ഇവിടെ നിന്ന് തെരഞ്ഞെടുത്തിട്ട് ഇവിടേക്ക് എഴുതി അത്രേ ഉള്ളൂ എന്താ നിങ്ങളുടെ അടുത്ത് ചോദ്യം എന്താ ചോദിച്ചത് ജോഡേൻ ചുൻകർ ലിഗേം മാച്ച് ആയിട്ടുള്ള ജോഡി കണ്ടെത്തി എഴുതൂ ചോദ്യം വരും കേട്ടോ എക്സാമിന് നന്നാക്കി പഠിച്ചോളണേ റെഡി അല്ലേ അടുത്ത ചോദ്യം മിസ് പറഞ്ഞു തരട്ടെ നോക്കിക്കോ യെസ് എന്താണിത് എന്താണ് ചോദ്യം നിമ്നലിഖിത് ओके दा निम्नलिखित आशय वाली पंक्तियां कविता से चुनकर लिखे എന്താ തന്നിരിക്കുന്നേ നിമ്നലിഖിത് ആശയ വാലി പംക്തിയാ തന്നിരിക്കുന്ന ആശയം വരുന്ന വരി കവിതാസേ ചുൻകർ ലിഖേം കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതൂ എന്നാ പറഞ്ഞത് ഇതെന്താന്ന് അറിയാവോ ഇത് അർത്ഥങ്ങളാണ് ഓരോ അർത്ഥങ്ങളാണ് എത്ര എണ്ണം ഉണ്ട് 1 2 3 4 4 അർത്ഥങ്ങളുണ്ട് ഇതേ അർത്ഥം വരുന്ന വരി നമ്മളെ കവിതയിലുണ്ട് ആ കവിതയിലെ വരി നമ്മൾ കണ്ടുപിടിച്ച് എഴുതണം വരിയാണ് എഴുതേണ്ടത് എന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ അപ്പൊ എല്ലാവരും എല്ലാ വരിന്റെയും അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കി പഠിക്കണേ റെഡി അല്ലേ ഓക്കെ ചുൻകർ ലിഗേ നേരത്തെ പറഞ്ഞു ചുൻകർ ലിഗേം എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ടെത്തി എഴുതൂ എന്ത് കണ്ടെത്തി എഴുതാനാ പറഞ്ഞിരിക്കുന്നത് ആശയവാലി പംക്തിയാം ആശയം വരുന്ന ആശയമുള്ള പംക്തി വരിയാണ് പംക്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഇമ്പോർട്ടന്റ് ആണ് പംക്തി എന്ന് പറഞ്ഞാൽ വരിയാണ് പംക്തി വരി പംക്തി വരി നന്നാക്കി പഠിക്കണേ ഓക്കെ വരി കണ്ടെത്തി എഴുതണം അപ്പൊ ഒന്നാമത്തെ ആശയം എന്താ കൊടുത്തിരിക്കുന്നേ മിസ് പറഞ്ഞുതരാ ദൂൽ ആഖേം ബന്ദ് കർ ഗോജ്തി എന്താ പറഞ്ഞിരിക്കുന്നേ ദൂൽ ആഖേം ബന്ദ് കർ ഗോജ്തി രണ്ടാമത്തെ എന്താണ് वह आगे पीछे पीछे और दाएं बाएं गोचती रही അടുത്തത് हवा शाम से खींच कर चल रही थी അടുത്തത് हवा धूल के नीचे चल रही थी എന്താണ് ഒന്നാമത്തെ അർത്ഥം നമുക്ക് നോക്കാം എന്താണ് ധൂൽ ആഖേം ബന്ദ് കർ ഗോജ്തി थी എന്ന് പറഞ്ഞാൽ എന്താണ് ധൂൽ പൊടി കണ്ണടച്ചിട്ട് എന്ത് ചെയ്തു ഗോജ് തീതി തിരയുകയാണ് അല്ലേ ഇതേ അർത്ഥം വരുന്ന ഒരു വരി നമ്മൾ കവിതയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ കണ്ണടച്ചിട്ട് തെരഞ്ഞു അല്ലേ കണ്ണടച്ച് തെരഞ്ഞു എന്ന് പറഞ്ഞത് ഏത് വരിയായിരുന്നു ദേ വരി മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ദേ ഇതാണ് ഒന്നാമത്തത് ഏതാണ് ധൂൽ ഗോജ് തീ ആകെ മീച്ചേ ഓക്കെ ഇതാണ് കവിതയിലെ വരി ഏതാണ് ധൂൽ പൊടി ഗോജ് തീ തിരഞ്ഞു ആകെ മീച്ചേം കണ്ണടച്ചിട്ട് ആകെ മീച്ച എന്ന് പറഞ്ഞാൽ എന്താണ് കണ്ണടച്ച് ഗോജ്തി തിരഞ്ഞു ഓക്കെ പൊടി കണ്ണടച്ചിട്ട് തിരഞ്ഞു റെഡി അല്ലേ ഇനി രണ്ടാമത്തെ അർത്ഥം എന്താ കൊടുത്തിരിക്കുന്നേ നോക്കിയേ ബഹ് ആകെ പീച്ചേ ഓർ ദായേം ബായേം ഗോജ്തി രഹി ബഹ് ആകെ പീച്ചേ എന്ന് പറഞ്ഞാൽ എന്താണ് മുൻപിലും പിറകിലും ആകെ എന്ന് പറഞ്ഞാൽ എന്താണ് മുൻപിൽ പീച്ചെ എന്ന് പറഞ്ഞാൽ പിറകിലാണ് മുൻപിലും പിറകിലും ഓർ ദായേം ബായേം റൈറ്റിലും ലെഫ്റ്റിലും എന്ത് ചെയ്തു ഗോജ്തി രഹി തിരയാൻ വേണ്ടിയിട്ട് തുടങ്ങി എന്നാണ് പറഞ്ഞത് അത് ഏത് വരിയിലാ പറഞ്ഞത് തെരഞ്ഞു മുന്നിലും പിറകിലും സൈഡിലും ലെഫ്റ്റിലും ഒക്കെ തെരഞ്ഞു എന്ന് പറഞ്ഞത് ഏത് വരിയിലായിരുന്നു ദേമസ് കൊടുത്തിട്ടുണ്ട് അടുത്ത വരി നോക്കിയേ ഇതാണ് ഏതാണ് ദാ धूल गोचती ആകെ മീച്ചേം ദായേ ബായേം ആകെ പീച്ചേം എന്താണ് ധൂൽ ഗോച്തി എന്താണ് പറഞ്ഞിരിക്കുന്നേ ഏത് വരിയാണ് നോക്കിയാലോ ദേ ധൂൽ ഗോച്തി ഏതാണ് ധൂൽ ഗോച്തി ആകെ മീച്ചേം ദായേ ബായേം ആകെ പീച്ചേം ധൂൽ ഗോച്തി എന്ന് പറഞ്ഞാൽ എന്താണ് പൊടി
തിരഞ്ഞു. പൊടി തിരഞ്ഞു. എവിടെയൊക്കെ? ആകെ പീച്ചെ. കണ്ണടച്ചിട്ട് അല്ലേ? കണ്ണടച്ച് പൊടി തിരഞ്ഞു. എവിടെ? ദായേം ബായേം, ലെഫ്റ്റിലും റൈറ്റിലും. ലെഫ്റ്റും റൈറ്റും. പിന്നെ ആകെ പീച്ചെ, മുൻപിലും മുൻപിൽ, പീച്ചെ പിറകിൽ. മുൻപിലും പിറകിലും തെരഞ്ഞു. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത അർത്ഥം ഏതാ കൊടുത്തിരിക്കുന്നേ നോക്കിയേ. ഇതാ അടുത്ത അർത്ഥം ഏതാണ്? ഹവാ സാം സേ ഖീച്ച് കർ ചൽ രഹി തീ. ഹവാ സാം സേ ഖീച്ച് കർ ചൽ രഹി തീ. വായു, കാറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സാം സേ ഖീച്ച് കർ. സാംസ് എന്ന് പറഞ്ഞാൽ ശ്വാസമാണ്. ശ്വാസം അടക്കി പിടിച്ചിട്ട് ചൽ രഹി, പോയിട്ടുണ്ടായിരുന്നു. ശ്വാസം അടക്കി പിടിച്ച് കാറ്റ് പോയിട്ടുണ്ടായിരുന്നു. അത് ഏത് വരിയിലാ പറഞ്ഞത്? ശ്വാസം അടക്കി പിടിച്ചിട്ട് ഏത് വരിയായിരുന്നു? അതേ മിസ് പറഞ്ഞുതരാൻ നോക്കിയോ. ഇതാണ്. ഹവാ ചൽ രഹി സാസേ ഗീച്ചേ. ഹവാ ചൽ രഹി, കാറ്റ് പോയി. എങ്ങനെ? സാംസേ ഗീച്ചേ, ശ്വാസം അടക്കി പിടിച്ചിട്ട്. ഓക്കെ, സാംസേ ഗീച്ചേ എന്ന് പറഞ്ഞാൽ എന്താണ്? സാംസ് എന്ന് പറഞ്ഞാൽ ശ്വാസമാണ്. ശ്വാസം അടക്കി പിടിച്ച്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത അർത്ഥം എന്താ തന്നിരിക്കുന്നേ നോക്കിയോ. ദാ ഇതാണ്. ഏതാണ്? ഹവാ ധൂൽ കെ നീച്ചെ ചൽ രഹി തീ. ഹവാ ധൂൽ കെ നീച്ചെ ചൽ രഹി തീ. കാറ്റ് പൊടിന്റെ താഴെയായി പോയി. അത് ഏത് വരിയിലാ പറഞ്ഞിരിക്കുന്നത്? ഏത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നീച്ചെ നീച്ചെ ധൂൽ കെ നീച്ചെ. താഴെ, പൊടിയുടെ താഴെ അല്ലെ? നീച്ചെ എന്ന് പറഞ്ഞാൽ എന്താണ്? നീച്ചെ എന്ന് പറഞ്ഞാൽ താഴെ എന്നാണ് കേട്ടോ മക്കളെ. താഴെ. എവിടെ താഴെ? ധൂൽ കെ നീച്ചെ, പൊടിയുടെ താഴെ. സെറ്റ് അല്ലേ? റെഡി അല്ലേ? എന്തായാലും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ ചോദ്യം ചോദിക്കും. എന്തായിരുന്നു ചോദ്യം? എങ്ങനെയാ ചോദിച്ചിട്ടുണ്ടായിരുന്നത്? നിങ്ങളുടെ അടുത്ത് ആശയ വാലി പംക്തിയാ കവിത സേ ചുൻകർ ലിഖേ. ആശയം വരുന്ന വരി കവിതയിൽ നിന്നും ചുൻകർ ലിഖേ, കണ്ടെത്തി എഴുതൂ എന്നാണ് ചോദിക്കുക കേട്ടോ. അപ്പൊ ദേ ഇങ്ങനെ ആശയം തരും. ഇതെല്ലാം ആശയങ്ങളാണ്. ഈ അർത്ഥങ്ങൾ തരും. അർത്ഥങ്ങൾ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് എഴുതണം? അർത്ഥം വരുന്ന അതേ വരി ഇതേ ഇങ്ങനെ കണ്ടെത്തി വരി എഴുതണം. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പം നന്നാക്കിയിട്ട് എല്ലാരും പഠിക്കണം കേട്ടോ. ഓക്കെ, നമ്മുടെ ഹവ ഓർ ധൂൽ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് വരാൻ പോകുന്ന ചോദ്യങ്ങളാണ് മിസ് പറഞ്ഞു തന്നത്. അപ്പൊ എല്ലാവരും സെറ്റായി സെറ്റപ്പ് ആക്കി പഠിക്കണം കേട്ടോ. മിസ്സിന്റെ എല്ലാ സുന്ദരന്മാരും സുന്ദരികളും നന്നാക്കി പഠിക്കണം. പഠിക്കില്ലേ? പഠിക്കാൻ തുടങ്ങിയവരെല്ലാരും ഒന്ന് വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണേ. മിസ്സേ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പഠിക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇല്ല മിസ്സേ പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യും. മിസ് നോക്കട്ടെ കേട്ടോ. റെഡി അല്ലേ? അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചോ മക്കളെ. താങ്ക് യു.